ഫുള്ളി സീംലെസ് ആണ്. സീംലെസ് ആണ്. ഇന്നൊരു അടിപൊളി ലോഞ്ചറി ഷോപ്പ് കണ്ടാലോ? ഇവിടെ ബ്രാ സൈസ് 54 സൈസ് തൊട്ട് കപ്പ് സൈസ് ജെ കപ്പ് വരെ അവൈലബിൾ ആണ്. കൂടാതെ ഹണിമൂൺ വിയേഴ്സ്, ബ്രാലെറ്റ്സ്, ഷേപ്പ് വേഴ്സ്, പാഡഡ് പാന്റീസ്, ഫാൻസി പാന്റീസ്, സീംലെസ് പാന്റീസ്, മെറ്റേണിറ്റി ബ്രാസ്, അങ്ങനെ നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ കാണാത്ത അത്ര കളക്ഷൻസ്. ബ്രാ ബാഗ് എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. പ്യൂർ സിലിക്കണിൽ വരുന്ന സംഭവമാണ്. നമുക്ക് ടീനേജേഴ്സിന് ഇങ്ങനത്തെ മോഡൽസ് ഉണ്ടെന്ന് നമുക്കറിയില്ല. നമുക്കിത് വെയർ ചെയ്തൊന്നും അറിയില്ല, അത്രയും സോഫ്റ്റ് ആണ്. ടീനേജ് പെൺകുട്ടികൾ തൊട്ട് ഏത് തരം ബോഡി ഉള്ളവർക്കുമായിട്ടുള്ള ലോഞ്ചറി ഷോ. മാരേജോ റിസപ്ഷനോ അങ്ങനെ ഒക്കേഷൻ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഒത്തിരി കടകളൊന്നും കയറി ഇറങ്ങണ്ട. അതാ ഇവിടെ ഒരു സ്ഥലത്ത് വന്നാൽ മതി. ഫ്രണ്ട് ഓപ്പൺ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഹായ് ഫോക്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം രവീണ ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു വൈബ് വിത്ത് രവീണ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ലോഞ്ചറി ഷോപ്പിലാണ്. ഷോപ്പിന്റെ പേര് വന്നിട്ട് ഫിലോറോസ്. അപ്പോൾ ഈ ഷോപ്പ് വന്നിട്ട് പാലാരിവട്ടത്ത് ഫെഡറൽ ബാങ്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മെട്രോ പില്ലർ നമ്പർ 530 അടുത്തായിട്ടാണ്. ഈ ഷോപ്പ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തതാണ്. അങ്ങനെ ആ ഒരു ഫ്രണ്ടിൻ്റെ വഴി റെഫറൻസ് വഴിയാണ് ഞാനിവിടെ എത്തിയത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായി. ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് നമ്മളൊരു 80% ഓഫ് ലേഡീസും കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കില്ല നമ്മളുടെ ഇന്നവേഴ്സ് ഇടുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് കൂടുതലും ബ്രൈഡ് പാൻറ്റീസിനെ കാര്യം തന്നെ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബ്രാ എന്തെങ്കിലും എടുക്കാനായിട്ട്, ഇന്നവേഴ്സ് എടുക്കാനായിട്ട് നമ്മളൊരു ഷോപ്പിലേക്ക് പോകുന്നു. പോയി കഴിഞ്ഞിട്ട് അവിടെ നമ്മുടെ മെഷർമെൻറ്റ് എത്രയാണ്, 32, 34 അങ്ങനെ നമ്മളുടെ ഏതെങ്കിലും ഒരു സൈസ് പറയുന്നു. അവർ നമുക്ക് അത് എടുത്തു തരുന്നു. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ഒരു ഫോളോ ചെയ്ത് വരുന്ന ഒരു ട്രെൻഡായിരുന്നു അത്. എന്ന് വെച്ചാൽ നമ്മളൊരു കടയിൽ പോകുന്നു, നമ്മൾ ഒരു 32, 34 സൈസ് ബ്രാ നമുക്ക് വേണം എന്ന് അവരോട് ആവശ്യപ്പെടുന്നു. അതായത് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടുന്നു ഇതാണ് നമ്മുടെ സൈസ് എന്ന്. പക്ഷെ പലർക്കും അത് കറക്റ്റാണോ നമ്മളുടെ സൈസ് എന്ന് പോലും അറിയണ്ടാവില്ല. അങ്ങനെയായിരുന്നു. പക്ഷേ ഇതിനെല്ലാത്തിനും ഇവിടെ ഒരു സൊല്യൂഷൻ എനിക്ക് കിട്ടിയതുപോലെ തോന്നി. കാരണം ഇവിടെ നിൽക്കുന്ന സ്റ്റാഫ് അത് എന്താ പറയുക, നമുക്കൊരു സ്റ്റാഫ് എന്നുള്ള രീതിയിലല്ല, ഇവിടെ കൺസൾട്ടൻസ് ആണ്. അതായത് നമ്മളിവിടെ വന്നിട്ട് നമ്മളുടെ പ്രശ്നം ഇതാണെന്ന് പറയുന്നു. കാരണം നമ്മൾ കറക്റ്റായിട്ട് സൈസ് ചൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രശ്നം തന്നെയാണ്, നമ്മുടെ പ്രോബ്ലമാണ്. അപ്പം നമ്മളുടെ പ്രോബ്ലം അവരോട് ഷെയർ ചെയ്യുന്നു. എന്നിട്ട് അവർ അത് സ്റ്റഡി ചെയ്ത് നമ്മുടെ പ്രോബ്ലം എന്താണോ അത് സ്റ്റഡി ചെയ്ത് അതിനൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ നമുക്ക് തരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഇത്ര നാളും ചിലപ്പോൾ ഫോളോ ചെയ്ത് വന്നത് 32 സൈസ് ആയിരിക്കാം. ഇപ്പോൾ 32 സൈസ് തന്നെയാണ് ഉറപ്പുണ്ടാവും. പക്ഷെ അതിൽ ABCD എന്ന് പറഞ്ഞിട്ട് കുറേ സൈസ് എക്സ്ട്രാ ഉണ്ട്. അതൊക്കെ എങ്ങനെ നമുക്ക് ചൂസ് ചെയ്യണമെന്ന് അറിയില്ലായിരിക്കും. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് നമ്മുടെ പ്രോബ്ലം സ്റ്റഡി ചെയ്തിട്ട് അവർ നമുക്ക് സൊല്യൂഷൻ തരുന്നു. പിന്നെയുള്ളത് അമ്മമാരുടെ, അതായത് വളർന്നു വരുന്ന പെൺകുട്ടികളുടെ അമ്മമാർക്ക് കുറച്ചുകൂടി ഒരു കോൺഷ്യസ് ആയിരിക്കും. അതായത് മക്കൾക്ക് ഏത് രീതിയിലുള്ള ഇന്നവേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കണം കാര്യങ്ങളും. കാരണം അവർ വളർന്നു വരുവാണ്. അപ്പോൾ നമ്മളുടെ അമ്മമാരുടെ ഒരു ഉള്ളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ അവരെ എങ്ങനെയാണ് കാണുന്നത്, അതേപോലെ നമ്മളുടെ കുഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ പോകുമ്പോൾ അവർ ആ ഒരു കോൺഫിഡൻസ് ലെവൽ അവരുടെ മുഖത്തും കാണുന്നുണ്ടോ, അവരുടെ ഡ്രസ്സിങ്ങിൽ വരുന്നത്. കാരണം അവർ ആ സമയത്ത് ഭയങ്കര കോൺഷ്യസ് ആയിരിക്കില്ല നമ്മുടെ ബോഡി എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റും. നമ്മുടെ മുകളിലിടുന്ന നമ്മളുടെ ഡ്രസ്സിങ്ങിൽ മാത്രമല്ല, അതിന് ഉള്ളിൽ വരുന്ന ഇന്നവേഴ്സ് ആണ് ശരിക്കും ഡ്രസ്സിങ്ങിൻ്റെ ആ ഒരു ഭംഗി പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലും എനിക്ക് ഇവരുടെ ഈ ഒരു പ്രോഡക്റ്റ് ലൈൻ, അതേപോലെ ഇവരുടെ ഒരു സ്റ്റൈൽ ഓഫ് വർക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഡ്രസ്സും സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ഓരോ ഒക്കേഷൻസ് അനുസരിച്ചല്ലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്നേഴ്സും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബ്രൈഡിനെ എടുക്കുകയാണെങ്കിൽ വെഡ്ഡിങ് സാരി ആണെങ്കിൽ സാരിക്ക് അപ്പിയറൻസിന് പറ്റിയ ബ്രാ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ വൈകിട്ട് റിസപ്ഷൻ ആണെങ്കിൽ ഗൗൺ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ ആ ഗൗണിന് പറ്റിയ ഇന്നേഴ്സ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാത്തിലും നമ്മളിങ്ങനെ ഒരു 10 കടകൾ നമ്മൾ കയറി ഇറങ്ങേണ്ടി വരും. കാരണം ഏത് രീതിയിലുള്ള ബ്രാ ആയിരിക്കും നമുക്ക് വേണ്ടത് എന്നൊക്കെ നമുക്ക് ഒത്തിരി ആലോചിക്കേണ്ടി വരും, ഒത്തിരി കടകൾ നോക്കി നടക്കേണ്ടി വരും. അപ്പോൾ ഇതിനെല്ലാത്തിലും ഒരു 1 സ്റ്റോപ്പ് സൊല്യൂഷനാണ് ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലുള്ള, ഇതുപോലെ ഏത് ഒക്കേഷൻ ആയിക്കോട്ടെ, ഏത് അപ്പിയറൻസ് ആയിക്കോട്ടെ, അതിനെല്ലാത്തിനും നമുക്ക് ഇവിടെ സൊല്യൂഷൻ ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴും ക്യൂരിയസ് ആയിട്ടുള്ളത് എന്തിലാണെന്നറിയോ, നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ എസ്പെഷ്യലി ഈ ബ്ലൗസൊക്കെ ഇടില്ലേ ഈ സെലിബ്രിറ്റീസൊക്കെ, അപ്പോൾ ഇങ്ങനെ പുറകിലും ഒരു വള്ളി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇവരിത് എങ്ങനെയാണ് ഫ്രണ്ടിൽ എന്തായിരിക്കും ബ്രാ യൂസ് ചെയ്തേക്കുന്നത്, അത് ഏത് തരത്തിലുള്ള ബ്രാ ആയിരിക്കും എന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായി, ഓക്കെ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യും, അപ്പോൾ അതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അത് മാത്രമല്ല, അതിൽ നമുക്ക് ബൂട്ട് ടൈപ്പ് ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഇതൊന്ന് കാണിച്ചത് ഫ്രീ ബ്രാ എന്ന് പറയും, സിലിക്കോൺ മെറ്റീരിയലാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് നമുക്ക് ഇങ്ങനെ കവർ ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്ക് ഓപ്പൺ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഡ്രസ്സ് നമുക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് കറക്റ്റ് ആ ഒരു ബ്രൈഡ് പർപ്പസ് സെർവ് ചെയ്യുന്ന ഒരു സംഭവമാണ്. എനിക്ക് ഈ ഒരു സംഭവം ശരിക്കും അറിയാനായിട്ട് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. പ്യൂർ സിലിക്കണിൽ വരുന്ന സംഭവമാണ്. തൊട്ട് നോക്കിയാലും ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പെട്ടെന്ന് അങ്ങനെ പശ പോവില്ല. അത് നമ്മൾ ഇതുപോലത്തെ സ്വെറ്റ് ആവുന്ന നില അതുപോലെ തുടച്ചിട്ട് ഇതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് വെച്ചാൽ മതി. നമ്മൾ 30 വട്ടം വരെ നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ
ബ്ലൗസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. അത് ഈ കാണുന്നത് ബൂട്ട് ടേപ്പ്. അപ്പോൾ ഇതിന്റെ വേറെ എങ്ങനെയൊക്കെയാണ് സംഭവം? ഇതും ഡ്രസ്സിന്റെ പർപ്പസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കാണുന്ന ബൂപ്പ് ടൈപ്പിൽ നിന്ന് നമുക്ക് വേണ്ടത്ര അളവിലെടുത്തിട്ട് നമ്മുടെ സ്കിന്നിൽ ഒട്ടിച്ചിട്ട് നമുക്കത് വലിച്ചു വെക്കാം. അതായത് നമ്മൾ ബാക്ക്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുവാണ്, വൈഡ് നെക്ക് ഇടുവാണ് എങ്കിലൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇവിടെ നിന്ന് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാം, ഇവിടെ നിന്ന് സ്റ്റിക്ക് ചെയ്യാം, ഈ ഒരു രീതിയിൽ അകത്തുനിന്ന് സ്റ്റിക്ക് ചെയ്യാം. അങ്ങനെ ഒത്തിരി പേർപ്പസ് ഉണ്ട് കേട്ടോ ഈ ഒരു ബൂപ്പ് ടേപ്പിന് തന്നെ. ഇതൊക്കെ എത്ര സമയം, എത്ര വരെ? ഇത് വൺ ടൈം റോള് കിട്ടുവാണെങ്കിൽ നമുക്ക് കുറെ നാളത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ ഈ ഒരു റോള് തന്നെ കണ്ടോ, ഇതിൽ ഒത്തിരി ഉണ്ട്. ഇതിൽ കാണാനായിട്ട് ഒരു സെലോ ടൈപ്പ് ഒക്കെ ചുറ്റി വെക്കുന്ന പോലെ ഒത്തിരി ഉണ്ട്. അപ്പൊ ഈ ഒരു റോള് കിട്ടുവാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം അങ്ങനെയുള്ള ബ്ലൗസും കാര്യങ്ങളൊക്കെ ഇടാം. ബട്ടർഫ്ലൈ ഈ ഒരു സംഭവം ഞാൻ കുറെ നാളായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ബട്ടർഫ്ലൈയുടെ പോലെ തന്നെയാണ് ഒരു ഡിസൈൻ കാര്യങ്ങൾ വന്നേക്കുന്നത്. ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് ഇവിടെ ഒരു കെട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ നടുക്ക് ഒരു കെട്ടാണ്, അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നടുക്ക് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ അതുപോലെ തന്നെ ഒരു കവർ കൊടുത്തിട്ടുണ്ട്. ഈ കവർ പൊളിച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതും സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇത് എത്ര വട്ടം യൂസ് ചെയ്യാൻ പറ്റും? ഇതും 30 ടൈം യൂസ് ചെയ്യാം. എല്ലാ ഗേൾസിനും എല്ലാ ലേഡീസിനും വേണ്ട ഒരു വളരെ അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. കാരണം നമ്മൾ പലപ്പോഴും ഒരു ബ്രാ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് വൈഡൻ നെക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ബ്രാ സ്ട്രാപ്പ് ഇങ്ങനെ നീക്കി വെക്കും, എന്നിട്ട് പിൻ ചെയ്യും. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഐറ്റം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എത്ര നല്ലതാണ്. ഈ കാണുന്നതാണ് നിപ്പിൾ കൺസീലർ. നിപ്പിൾ ഒത്തിരി പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നവർക്കാണെങ്കിൽ ഇത് വെച്ച് ഒട്ടിച്ച് നമുക്ക് കവർ ചെയ്യാം. വളരെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണോ ഇതൊക്കെ. ശരിക്കും നമുക്കൊരു നമ്മുടെ ബോഡി എങ്ങനെയാണോ നമ്മുടെ സ്കിൻ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കുന്നത്. ബ്രായ എടുക്കാനായിട്ട് നമ്മൾ കടകളിൽ പോകുമ്പോൾ ഏത് സൈസ് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഞാനൊരു 28 സൈസ് തൊട്ട് ഒരു 36, 38 സൈസ് വരെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ മാക്സിമം എത്ര വരെ സൈസ്? 56. എത്ര കേട്ടില്ല? 56 വരെ ഇവിടെ അവൈലബിൾ ആണ്. ബ്രാ സൈസ് ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ എത്രത്തോളം വൈഡ് കളക്ഷൻസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക അല്ലേ? അതുപോലെ കപ്പ് സൈസ് എത്ര വരെ ഉണ്ട്? ജെ കപ്പ് വരെ. ജെ കപ്പ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് ABCD, മാക്സിമം D, അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ E. ഇതിനപ്പുറത്തേക്ക് EFGHIJ കപ്പ് വരെ, കപ്പ് സൈസ് വരെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഈ സാഗി ബസ്റ്റ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും? മിനിമൈസ് ടൈപ്പിൽ വരും. മിനിമൈസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി ബസ് സൈസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു D കപ്പ് സൈസ് ഒക്കെ പോവുകയാണെങ്കിൽ 1 ഇഞ്ച് കുറഞ്ഞ് ഒരു C സൈസിൽ നിൽക്കും. അതാണ് മിനിമൈസർ. അപ്പോൾ അങ്ങനെ സാഗി ബസ്റ്റ് ഉള്ളവർ ആ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു മിനിമൈസറിന്റെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇത് വന്നിട്ട് മിനിമൈസർ ആണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതിൽ കാണുമ്പോൾ ഇവിടെ നമ്മൾ തൊടുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു മെറ്റീരിയൽ. എന്താ ഭയങ്കര സോഫ്റ്റ് മാത്രമല്ല ഇത് ഒത്തിരി വൈറ്റ് ആണ്. കാരണം അത്രയും കവറേജ് കിട്ടാനായിട്ട്. മാത്രമല്ല ഹുക്ക് തന്നെ ഹുക്സിന്റെ എണ്ണം തന്നെ ഒത്തിരി കൂടുതലുണ്ട്. പിന്നെ ദാ ഇവിടെ ഇത് നമ്മുടെ ഇവിടെ പാട് പൊട്ടൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഷോൾഡർ പെയിനോ അങ്ങനെ കാര്യങ്ങളൊന്നും വരില്ല. വീതിയുള്ള സ്ട്രാപ്പാണ് ഏറ്റവും നല്ലത് യൂസ് ചെയ്യാനായിട്ട്. കണ്ടോ ഈ സ്ട്രാപ്പിനൊക്കെ നല്ല വീതിയുള്ള സ്ട്രാപ്പ്, അതായത് ഷോൾഡർ പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പൊട്ടലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് മിനിമൈസേഴ്സ്. ഇവിടെയുള്ള മിനിമൈസേഴ്സിന്റെ ഇനി വേറെ ഒരു ടൈപ്പ്. ഇതിലെ ഡിസൈൻസ് ആണ്. ഇത് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ഡിസൈൻസ് ഒന്നും അല്ല. ഇത് ഭയങ്കര നല്ല രസമുണ്ട് കാണാനായിട്ട്. ഭയങ്കര ഒരു ഫാൻസി ടൈപ്പ് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ഒരു എന്താ സീംലെസ് പോലെയുള്ള ഇതാണല്ലേ സൈഡിൽ കവറേജ്. സീംലെസ് ആണ്. ഇവിടെ നമുക്ക് ഫീൽ ചെയ്യാം. നമുക്ക് ഈ മെറ്റീരിയൽ തൊടുമ്പോഴേ അറിയാം. നമ്മളിപ്പോൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു മെറ്റീരിയൽ ഇവിടെ ഉണ്ടെന്നേ നമുക്ക് ഒരു ഡ്രസ്സിന് ഒരു ബനിയൻ സ്റ്റഫാണ് നമ്മൾ മുകളിൽ ഇടുന്നെങ്കിൽ നമുക്ക് അത് തീരെ കാണില്ല, അറിയില്ല. അതുപോലെ തന്നെ ഇത് നേരത്തെ നമ്മൾ കണ്ടത് ഇങ്ങനെ 3 ഹുക്സ് ആയിരുന്നു. ഇത് അതിലും കൂടുതലുണ്ട്, 4 ഹുക്സ് ആണ്. ഇത് മിനിമൈസർ ആണ്. ഇതിലെ കപ്പ് വരുന്നത് മോൾഡ് ചെയ്തിട്ടാണ് വരുന്നത്. മോൾഡ് ചെയ്തിട്ടുള്ള കപ്പാണ്. അതേമാതിരി ഇവിടെ വീതിയും വരുന്നുണ്ട്. നന്നായിട്ട് ലിഫ്റ്റ് ചെയ്ത് നിൽക്കും. ലിഫ്റ്റ് ചെയ്ത് നമ്മൾ സാധാരണ ഈ എന്താ ഒത്തിരി സാഗി ബസ്റ്റ് അല്ലെങ്കിൽ ഓവർ സൈസ്ഡ് ബസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളവർ ഇങ്ങനെ കപ്പ് സൈസ് ഒന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മിനിമൈസറിൽ തന്നെ പറ്റിയ ഒരു ഓപ്ഷനാണ് ഈ ഒരു സംഭവം. കാരണം ഒരു മോൾഡ് പോലെ തന്നെ വന്നേക്കുവാണ്. പക്ഷെ ഈ നമ്മൾ സാധാരണ പാഡഡിൽ കാണുന്ന അത്ര കട്ടിയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇത് ഇലാസ്റ്റിക് ഇല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു സംഭവം. കാരണം ഒരു മോൾഡ് പോലെ തന്നെ വന്നേക്കുവാണ്. പക്ഷെ ഈ നമ്മൾ സാധാരണ പാഡഡിൽ കാണുന്ന അത്ര കട്ടിയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇത് ഇലാസ്റ്റിക് ഇന്നർ ഇലാസ്റ്റിക് ആണ്. അപ്പോൾ ഇലാസ്റ്റിക് കൊണ്ട് പ്രശ്നമുള്ളവർ ഒത്തിരി പേരുണ്ടാവും. അവർക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ശരീരത്തിന് ഒരു സ്കിൻ റാഷസോ ഇറിറ്റേഷനോ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇവിടെ ലിഫ്റ്റ് ചെയ്ത് വെക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വൈഡൻ ആയിട്ടുള്ള സ്ട്രാപ്പാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. പെയിനോ അങ്ങനെ ഒന്നും വരില്ല നമുക്ക് ഷോൾഡറിൽ. അതുപോലെ തന്നെ വേറൊരു മിനിമൈസർ തന്നെയാണത്. ഇത് നമ്മളെ സൈഡിൽ ബ്രസ്റ്റ് നന്നായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ തൂങ്ങി ഒന്നുകൂടി ലിഫ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കൊള്ളൊന്നുമില്ല. നമുക്ക് നന്നായിട്ട്
സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇവിടെയൊക്കെ നല്ല വിട്ട് ഉണ്ട് കേട്ടോ, നല്ല വൈഡനായിട്ട് ഇരിക്കുന്നതാണ് ഇത് സംഭവം. ഹുക്കും 4 ഹുക്കാണ് വരുന്നത്. ഇതും അതുപോലെ ഇന്നർ എലാസ്റ്റിക്കിൽ വരുന്നതാണ്. ഇന്നർ എലാസ്റ്റിക്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ടായിരുന്നു ഇങ്ങനെ ഇന്നർ എലാസ്റ്റിക്കിൽ വരുന്ന മിനിമൈസർ നമ്മൾ കണ്ടായിരുന്നു. ആ ഒരു സംഭവം തന്നെയാണ്, പക്ഷെ എന്താ ഡിസൈനിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഓക്കെ, ഇതിലും 4 ഹുക്കാണ് വരുന്നത്. 4 ഹുക്സ് ആണ് വരുന്നത് അല്ലേ? 4 ഹുക്സ് ആണ് വരുന്നത്. ഇത് മിനിമൈസർ. അപ്പോൾ മിനിമൈസറിൽ തന്നെ ഇപ്പോൾ ഒരു 4-5 ഐറ്റംസ് നമ്മൾ കണ്ടു. ഇനി ഒത്തിരി വേറെ ഉണ്ടല്ലോ, വേറെ ഒത്തിരി കളക്ഷൻസ് ഇവിടെ ഉണ്ട്. മിനിമൈസറിൽ തന്നെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഓക്കെ, മിനിമൈസർ തന്നെയാണ് ഇതും. കൊള്ളാലെ ഡിസൈൻ. ഓക്കെ, ഇതിൽ ഡിസൈൻസ് ആണ് അടിപൊളിയായിട്ട് ഡിസൈൻസ് കാണാനായിട്ട്. നമ്മൾ ശരിക്കും ഇങ്ങനത്തെ ഡിസൈൻസ് ഒന്നും നമ്മൾ സാധാരണ ഒരു കടയിൽ ചെന്നാൽ കാണില്ല കേട്ടോ. ഇപ്പോൾ വലിയ വലിയ കടകളിൽ കുറച്ച് സ്ഥലത്ത് മാത്രമായിട്ട് നമ്മളിങ്ങനെ ഒത്തിരി കണ്ടിട്ടുണ്ട് ഇന്നവേഴ്സ് വിൽക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറിൽ ചെല്ലുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് ശരിക്കും നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് മിനിമൈസർ തന്നെ. ഇത് ഡിസൈൻ ഉണ്ട്, സൈഡിൽ പോയിട്ടുള്ള ഡിസൈൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഡിസൈൻ കാണാനായിട്ട്. ഇതും അതേപോലെ തന്നെയാണ് അല്ലേ? നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്ന ടൈപ്പാണ് അല്ലേ? ഓക്കെ, നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്ന ടൈപ്പാണ്. കാരണം അതിന്റെ ഇത് മൊത്തത്തിൽ ഒരു സംഭവം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നത് എത്രത്തോളം സെറ്റപ്പ് ആണെന്നുള്ളത്. ഇതിൽ കാണുമ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ ശരിക്കും ഇതിന്റെ കട്ടി എത്രത്തോളം ആണെന്ന് നമ്മൾ അറിയില്ല കേട്ടോ. ഇത് ഭയങ്കര തിന്നാണ്, അത്ര തിക്കൊന്നുമല്ല. നമ്മൾ സാധാരണ ഒരു പാഡിൽ കാണുന്ന അത്ര തിക്കൊന്നുമല്ല, ഭയങ്കര തിന്നായിട്ടുള്ളതാണ്. പക്ഷെ ഒരു ബ്രാ എങ്ങനെയാണ്, പാഡഡ് ബ്രാ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതിന്റെ ഷേപ്പ് വരുന്നത്. മോൾഡ് ആയിട്ട് തന്നെയാണ്. സീംലെസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, മിനിമൈസറിൽ തന്നെ സീംലെസ് അല്ലേ? അൾട്ടിമേറ്റ് സ്മൂത്തനിങ് ബ്രാ, പേര് പോലെ തന്നെയാണ്, സ്മൂത്തൻ ആയിട്ടിരിക്കുവാണ് സംഭവം. സീംലെസ് ആണ് ശരിക്കും, അങ്ങനെ വേറെ പാടുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ചിലർക്ക് ഉണ്ടാവും. ഇപ്പോൾ ഒത്തിരി വണ്ണമുള്ളവരായിരിക്കാം, അപ്പോൾ ചിലർക്ക് ഇങ്ങനെ ബാക്കിലേക്ക് ഹുക്ക് ഇടാൻ പറ്റാത്ത ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഫ്രണ്ട് ഓപ്പൺ ഓപ്ഷൻ ഉണ്ട്, ബ്രാസിലും ഉണ്ട്. ഫ്രണ്ട് ഓപ്പൺ വരുന്നുണ്ട്. ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇതും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരുന്നതാണ്. സോഫ്റ്റ് രീതിയിലുള്ള ഷോൾഡർ പാഡാ വരുന്നത്. ബാക്കും ഫുൾ കവേർഡാണ് വരുന്നത്. ബാക്ക് ഫുൾ കവേർഡാണ് വരുന്നത്. ബാക്ക് ഫുൾ കവേർഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ബ്ലൗസിന്റെ ഒക്കെ ബാക്ക് എങ്ങനെയാണോ ഇരിക്കുന്നത് അത് കൂട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ വേറെ പൾച്ചിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല, ഇങ്ങനെ ഫുൾ കവേർഡ് ആയതുകൊണ്ട്. പിന്നെ ഇത് നമുക്ക് ഹുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് വീതിയുള്ള അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഹുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നമ്മൾ സാധാരണ ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല, സ്ട്രാപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിരിക്കും. ഇത് ഇവിടെ ഹുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഷോൾഡറും പെയിനോ കാര്യങ്ങളൊന്നും വരില്ല, രീതിയിലുള്ള സ്ട്രാപ്പ് ആയതുകൊണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഇവിടെ ഭയങ്കര സോഫ്റ്റ് ആണല്ലോ ഇത്. ഇതുപോലത്തെ മോഡൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫ്രണ്ട് ഓപ്പൺ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഓക്കെ, ഇത് നോക്കൂ, ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ്. ഇതുപോലെ ഒത്തിരി ഹുക്ക് ഉണ്ട്. ഒത്തിരി ഹുക്ക് എന്ന് പറയുമ്പോൾ 7 ഹുക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഇത് നമുക്ക് മീഡിയം ടു 5XL വരെ വരുന്നുണ്ട്. 5XL വരെ അവൈലബിൾ ആണ്. ഓക്കെ, 5XL. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പാഡഡ് ബ്രാസുകൾ സീംലെസ്സിൽ വരുന്നതാണ്. സീംലെസ്സിൽ അല്ലേ? ഫുള്ളി സീംലെസ് ആയിട്ട് വരുന്നത്. സീംലെസ് ആയിട്ട് തന്നെ വരുന്ന പാഡഡ് ബ്രാ കേട്ടോ. ഇത് നേരത്തെ കണ്ട ആ ഒരു സൈഡിൽ സപ്പോർട്ട് ചെയ്ത് വരുന്നത് സംഭവം ഫുള്ളി സീംലെസ് ആണ്. സീംലെസ് ആണ്. ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ വേറെ മാർക്കോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അറിയില്ല, ഇട്ടിട്ടുണ്ടെന്നേ അറിയില്ല. ഇതും അതുപോലെ തന്നെ സീംലെസ് ആണ്. ഭയങ്കര ലൈറ്റ്ലി പാഡായിട്ട് വരുന്നതാണ്. ലൈറ്റ്ലി പാഡാണ്. ഓക്കെ, ഇത് പാഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പാഡ് ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഒരു മോഡലിൽ നിൽക്കുവാണ്. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള പാഡാണ്. പാഡഡ് തന്നെ ഭയങ്കര തിന്നായിട്ട് വരുന്നതാണ് കേട്ടോ. ഇതിന് വിത്ത് വരുന്നുണ്ട്. ഇവിടെ ഇതെന്താ പറയാ, നെറ്റിൽ വരുന്നതാണ്, പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള. ഓക്കെ, ഇവിടെ സൈഡിൽ നെറ്റ് ആണ്. പാഡഡ് തന്നെ, പക്ഷെ ഭയങ്കര തിന്നാണ്. ഇതും സീംലെസ്സിൽ വരുന്ന സീംലെസ് തന്നെയാണ് അല്ലേ? സീംലെസ്സിൽ തന്നെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്, ഒത്തിരി മോഡൽസ് ഉണ്ട് കേട്ടോ. സീംലെസ്സിന്റെ തന്നെ പാഡഡ് ആണ്. നമ്മൾ സ്ട്രാപ്പ് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അല്ലേ? കോട്ടണിൽ വരുന്ന
നമ്മൾ ചെറിയൊരു കട്ടിയേ വരുന്നുള്ളൂ, പക്ഷെ ഓവറായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കില്ല. കോട്ടണിലാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് പാഡഡ് ആണ്, ഫുൾ കവറേജ് വരുന്നതാണ്. ഫുള്ളി സീംലെസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പാഡഡ് ആണോ ചോദിച്ചാൽ പാഡഡ് ആണ്. റിമൂവ് ചെയ്യാൻ പറ്റും, നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, സൈഡിൽ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പാഡ് ഭയങ്കര തിന്നാ വരുന്നത്. അത് വേണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. പക്ഷെ പാഡ് വന്നിരിക്കുന്നത് ഭയങ്കര തിന്നായിട്ടുള്ള പാഡാണ്, വളരെ തിന്നായിട്ടുള്ള പാഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഫുൾ കവറേജ് കിട്ടും. അത് ഫുൾ കവറേജ് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ വേറെ ബൾജിങ്ങും കാര്യങ്ങളൊന്നും വരില്ല. ഫുള്ളി കവേർഡ് ആയിട്ട് നിൽക്കും. ബാക്കും നല്ല കവറേജ് വരും. പിന്നെ സീംലെസ് ആയതുകൊണ്ട് ഇട്ടിട്ടുണ്ടെന്നേ തോന്നില്ല. ഇനി ടീനേജേഴ്സിന് വരുന്ന ബ്രാ കാണുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സൈഡിൽ വേറെ ഒരു സ്ട്രാപ്പ് സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. എന്നിട്ടാണ് മെയിൻ സ്ട്രാപ്പ് വന്നിരിക്കുന്നത്. 2 സ്ട്രാപ്പ് വരുന്നുണ്ട്. ഓക്കെ, ടീനേജേഴ്സിന് പറ്റിയതാണ്. ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് എലാസ്റ്റിക്കാണ് വരുന്നത്. ഇന്നർ എലാസ്റ്റിക് ആണ്. അപ്പോൾ എലാസ്റ്റിക് അങ്ങനെ നമ്മൾ തൊടുന്ന ബോഡിയിൽ തൊടുന്ന ടൈപ്പല്ല, അല്ലാത്ത ഇന്നർ എലാസ്റ്റിക്കിൽ വരുന്ന ടീനേജേഴ്സിന് പറ്റിയത്. നമുക്ക് ടീനേജേഴ്സിന് ഇങ്ങനത്തെ മോഡൽസ് ഉണ്ടെന്ന് നമുക്കറിയില്ല. ബാക്കിൽ ക്രോസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ബാക്കിൽ ക്രോസ് ആയിട്ട് വരും. ബാക്കിൽ ക്രോസ് വരുന്നതാണോ ഇത് സംഭവം? ലൈറ്റ്ലി പാഡാ വരുന്നത്. ഇത് ഇതേമാതിരി തന്നെ സോഫ്റ്റ് ആയിട്ട് വരും. ഭയങ്കര സോഫ്റ്റ് ആണ്. നമുക്കിത് വേറെ ഇതൊന്നും അറിയില്ല, അത്രയും സോഫ്റ്റ് ആണ്. ശരിയാണോ? ഭയങ്കര സോഫ്റ്റ് ആണ്. ഇത് ഇങ്ങനെ എലാസ്റ്റിക് നേരെ എലാസ്റ്റിക് വരുന്നത് മാത്രമല്ല ക്രോസ് ആയിട്ട് ബാക്ക് ക്രോസ് ആയിട്ട് വരുന്നത്. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ സാധാ ഒരു സ്ട്രാപ്പ് പോലെ ആയിരിക്കും, പക്ഷെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ അത് ക്രോസ് ആയിരിക്കും. ഇതും ഇതേമാതിരി തന്നെ സോഫ്റ്റ് ആയിട്ട് വരും. സോഫ്റ്റ് ആയിട്ടുള്ള ഇത് ശരിക്കും ഒരു സ്പോർട്സ് ബ്രാ പോലെ തന്നെ ടീനേജിൽ കൂടുതലും നല്ലത് ഇതുപോലെ സ്പോർട്സ് ബ്രാ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇത് തന്നെയാണ്. ഇതുപോലെ കപ്പാണെങ്കിലും ഭയങ്കര തിന്നായിട്ടുള്ള കപ്പാണ് കേട്ടോ. ഇതും റിമൂവ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, ടീനേജ് കളക്ഷൻസ് പാഡ് ഇല്ലാത്ത ടൈപ്പ് വീതിയുള്ള സ്ട്രാപ്പാണ് വരുന്നത്. സ്ട്രാപ്പിന് നല്ല വീതിയുണ്ട്. സൈഡൊക്കെ ആണെങ്കിലും വീതിയുള്ള ടൈപ്പ് തന്നെയാണ്. നല്ല വൈഡനാണ് സൈഡ്. പിന്നെ ബാക്കിലാണെങ്കിൽ വേറൊരു ഡിസൈൻ പോലെയൊക്കെ ഉണ്ട്. ഇങ്ങനെ വേറെ സെപ്പറേറ്റ് ഒരു ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ നിൽക്കുന്ന ഓരോ ഡിസൈൻസും ഒന്നിൽ നിന്നൊന്ന് വ്യത്യസ്തമാണ്. നല്ല വെറൈറ്റി കളക്ഷൻസാണ്. ഓക്കെ, നെക്സ്റ്റ് പാഡ് അല്ലാതെ വീതിയുള്ള സ്ട്രാപ്പ് കേട്ടോ. വീതിയുള്ള സ്ട്രാപ്പ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇതുവരെ കണ്ട ഡിസൈൻ ആയിരുന്നില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വേറൊരു സെപ്പറേറ്റ് ഒരു കട്ടിങ് ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു എഡ്ജൊക്കെ അങ്ങനെ എടുത്ത് കാണിക്കുന്നതല്ല. ഇവിടെ ഒരു റൗണ്ടാണ് സംഭവം ഇതിൻ്റെ ഇത് പോയേക്കുന്നത്. അപ്പോൾ അങ്ങനെ വേറൊരു സംഭവമാണ്. ബാക്ക് ആ ഒരു സ്പോർട്സ് ബ്രായുടെ പോലെ തന്നെ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഹാങ്ങിങ് ചെയ്തിട്ടേക്കുന്ന കുറച്ച് ഐറ്റംസ്, അങ്ങനത്തെ കളക്ഷൻസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിലിതാ ഇതെന്താ സംഭവം? ഇത് നമ്മൾ പാഡഡ് പാൻറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, അതായത് ബാക്ക് കുറച്ച് സൈസൊക്കെ കുറവുള്ളവർക്ക് കുറച്ചുകൂടി ഒന്ന് എൻഹാൻസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പാഡഡ് പാൻറ്റി. നമ്മുടെ പാഡഡ് ബ്രാസ് പോലെ തന്നെ. അതുപോലെ തന്നെ ഇതും പാഡഡ് പാൻറ്റി തന്നെയാണ്. സൈഡിലും വരുന്നുണ്ട്. ഓക്കെ, സൈഡിലും കുറച്ചുകൂടി എൻഹാൻസ് ചെയ്ത് ലുക്ക് കിട്ടാൻ അല്ലേ? സൈഡിലും കൂടി വരുന്നത്. അതായത് നമ്മൾ കൂടുതൽ സാരിയൊക്കെ ഉടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള പാൻറ്റീസ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, കണ്ടോ? ഇത് നമ്മളുടെ ബാക്ക് കുറച്ചുകൂടി കുറവുള്ളവർക്ക് കുറച്ചുകൂടി ലുക്ക് കൂടുതലായിട്ട് ഉണ്ടെന്ന് തോന്നിക്കും. അതുപോലെ തന്നെ ആ സൈഡിലും ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതും അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലാക്കും സ്കിന്നും വരും. ഓക്കെ, ഇതെന്താ സംഭവം? ഇത് ബ്രാ ബാഗ്. നമുക്ക് ട്രാവലിനൊക്കെ പോകുമ്പോൾ നമ്മൾ സാധാരണ ബാഗിൽ ബ്രാ വെച്ചിട്ട് പോകാറുണ്ട്, പക്ഷെ ഒരു സെപ്പറേറ്റ് ഒരു ബ്രാ ബാഗ് എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. സൈഡിൽ വരുന്ന സൈഡാണെങ്കിലും നമ്മൾ ബാക്കിലോട്ട് അതായത് സൈഡിൽ നിന്ന് കവർ ചെയ്തിട്ട് ബാക്കിലേക്ക് പോകുന്ന ടൈപ്പ് കേട്ടോ. അതായത് ഇതിന്റെ ഒരു ഇത് കണ്ടോ, നമ്മളൊരു ഷോർട്സ് പോലെ തന്നെ അത്യാവശ്യം ലെങ്ത്തിൽ വന്നേക്കുന്നതാണ്, പക്ഷെ വരുന്നുണ്ട്. ഓക്കെ, അതായത് സൈഡിൽ നിന്ന് കവർ ചെയ്ത് പോയേക്കുവാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒന്ന് ഇച്ചിരി എൻഹാൻസ് ചെയ്ത് നമ്മളുടെ ലുക്കും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ഇതുപോലെയുള്ളത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഈ സ്ലിപ്പും കാര്യങ്ങളൊക്കെ അത് ഓർഗാനിക് കോട്ടണിൽ വരുന്നതാണ്. അലർജി കോട്ടണിൽ ചിലവർക്ക് അലർജി കാര്യങ്ങളൊക്കെ വരില്ലേ, പ്യുവർ കോട്ടണിൽ വരുന്നതാണ്. ബാംബു കോട്ടണിൽ വരും. അതായത് ബാംബു കോട്ടൺ. ഓക്കെ, ബാംബു കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന നമ്മളുടെ സ്ലിപ്പാണ് കേട്ടോ. ഇത് ഭയങ്കര സോഫ്റ്റാണ് വരുന്നത്. ഓക്കെ, മെറ്റീരിയൽ ശരിയാണ്. മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്കിൻ റാഷ്, സ്കിൻ ഇറിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള അലർജീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. കാരണം അത്ര നല്ല മെറ്റീരിയലാണ്. ബാംബു കോട്ടൺ മിക്സ് ആണ്. പാൻറ്റീസും കാര്യങ്ങളും വരുന്നത്. പാൻറ്റീസ് ഇതിനോടൊപ്പം തന്നെ സെപ്പറേറ്റ് തന്നെ പാൻറ്റീസും ഉണ്ട്. ഓക്കെ, ഈ ഇരിക്കുന്നതെല്ലാം സീംലെസ് പാൻറ്റീസിന്റെ കളക്ഷൻസ് ആണ്. ഓക്കെ, ഇതെല്ലാം 3-in-1 സെറ്റ് ആട്ടോ. ഇങ്ങനെ സെറ്റ് ആയിട്ട് ഇരിക്കുവാണ്.
അതുപോലെ തന്നെ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലേ, എന്താ പറയുക, ഇങ്ങനത്തെ സാധാരണ ബേബി ഡോൾസിനൊക്കെ കൂടെ കണ്ടിട്ടുള്ളൂ അങ്ങനത്തെ ടൈപ്പ് പാൻറ്റീസ് കേട്ടോ. ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ് അല്ലേ, ഒത്തിരി കളേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സീംലെസ്സിൽ വരുന്നതാണ് ഈ സംഭവം. ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്നത്, ബാക്ക് ഫുൾ കവേർഡ് ആയിട്ട് വരുന്നത്. ഓക്കെ ഓക്കെ, കാരണം ഭയങ്കര തിന്നെന്ന് വെച്ചാൽ ഭയങ്കര തിന്നാണ് കേട്ടോ സീംലെസ്. സൈസ് വരുന്നത്. ഓ ഉണ്ടോ, സൈസ് കൂടുതലുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറെ ഡിസൈൻ, സെപ്പറേറ്റ് ഡിസൈൻ ഒക്കെ വെച്ചിട്ടുണ്ട്, ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട്. മൊഡാലിൽ വരുന്നത്. ഓക്കെ, മൊഡാൽ സിൽക്കിന്റെ ആ ഒരു മൊഡാലിന്റെ മോഡൽ. ഓക്കെ, അതിൽ മൊഡാലിൽ വരുന്നത് സീംലെസ് പാൻറ്റീസ് തന്നെ കുറച്ചുകൂടി ബിഗ് സൈസ് നെറ്റിൽ തന്നെ വരുന്നത്. നേരത്തെ കുറച്ച് കവറേജ് കുറവായിരുന്നു, കുറച്ചുകൂടി കവറേജ് ഉണ്ട്, കവറേജ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതൊക്കെ ഫാൻസി പാൻറ്റീസ് ആണ് കേട്ടോ, കാരണം അതാ ഇങ്ങനെ നെറ്റിൽ വന്നേക്കുന്നത്. ഒത്തിരി മോഡൽസ് ഉണ്ട്, ഒത്തിരി കളേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ആദ്യം കണ്ട പോലത്തെ അല്ലേ സീംലെസ് ആയിട്ടുള്ള പാൻറ്റീസ്. ഓക്കെ ഓക്കെ, ഇതും ബ്രാലറ്റ്സ് ആണല്ലോ. അതെ, ബ്രാലറ്റ്സ് ആണ് വരുന്നത്. ഇത് ബ്രാലറ്റ്സ് ആണ്, ബാക്കിൽ ഹുക്ക് വരുന്നത്. അതായത് ബ്രാലറ്റ്സ് നമ്മൾ ബ്രാ ആയിട്ട് യൂസ് ചെയ്യാം. ചിലർ ഇത് ഒന്ന് ഇച്ചിരി വിസിബിൾ ആക്കി ഒരു ഷർട്ടോ എന്തെങ്കിലും ആയിട്ട് ഒന്ന് സ്റ്റൈൽ ചെയ്തൊക്കെ ഇടാറുണ്ട്. ഷർട്ടിന്റെ കൂടെയൊക്കെ വിസിബിൾ ആയിട്ട് കാണുന്ന രീതിയിൽ പുറത്ത് തന്നെ ഇടാറുണ്ട്. ഓക്കെ, ഇത് ഉള്ളിൽ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഒരു വൈറ്റ് ഷർട്ടിനൊക്കെ ഒപ്പം പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. സ്ട്രെച്ചബിൾ ആയിട്ടുള്ള. ഓക്കെ, അതായത് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട്. ഇതും ബ്രാലറ്റ് ആണ്, നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. 2 സ്ട്രാപ്പ് വരുന്നത്, പിന്നെ ബാക്കിൽ ക്രോസും ആണ് വരുന്നത്. ആ രീതിയിലുള്ള ബ്രാലറ്റ് ആണ്. ഹൈനെക്ക് ആണ് കേട്ടോ, ബാക്കിൽ വന്നിട്ട് ഇതുപോലെ ഡിസൈൻ വന്നിട്ട് ഇങ്ങനെ വരുന്ന ബ്രാലറ്റ്സ്. ഇത് സ്പോർട്സ് ബ്രാ ആണ്. ഇങ്ങനത്തെ ഞാൻ തപ്പി നടക്കായിരുന്നു, ഓൺലൈനിലൊക്കെ മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ കേട്ടോ ഇങ്ങനത്തെ സംഭവം. ഇതൊക്കെ അവൈലബിൾ ആണ് അല്ലേ. ഓക്കെ, ഇത് മറ്റേ ഹൈ ഇമ്പാക്ട്, 4-way ഹൈ ഇമ്പാക്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, താഴെ ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, വലിച്ചു കെട്ടാൻ പറ്റും. ഇവിടെയും സ്റ്റോപ്പ് നമുക്ക് പല സൈഡിൽ നിന്ന് നമുക്ക് വലിച്ചു കെട്ടാൻ പറ്റുന്ന സ്പോർട്സ് ബ്രാ എന്ന് വെച്ചാൽ നമ്മൾ ജിം വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഹൈ ഇമ്പാക്ട് ആയിട്ട് വരുന്നത്. ഹൈ ഇമ്പാക്ട്. ഓക്കെ, ഇതിന്റെ തന്നെ കളർ ചേഞ്ച് ആണല്ലേ. ഇതിന്റെ തന്നെ കളർ ചേഞ്ച്. ഓക്കെ, ഇതേ കിട്ടുന്നുണ്ടായിരുന്നില്ല, ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ട്. പുഷപ്പ് ബ്രാസ് ഉണ്ട്. പിന്നെ ബാംബു കോട്ടൺ മിക്സിൽ വരുന്ന ടൈപ്പ് പീരീഡ് പാൻറ്റി. ഇത് പീരീഡ് പാൻറ്റി അല്ലേ? പാൻറ്റിയാണ്. സ്റ്റെയിൻ ഒന്നും പിടിക്കാത്ത പീരീഡ് പാൻറ്റി. പീരീഡ് പാൻറ്റി ഒരിക്കലും നമുക്ക് സാനിറ്ററി പാഡ്സിന് പകരമായിട്ട് യൂസ് ചെയ്യാനുള്ള ഒന്നല്ല. സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ലീക്കേജ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പീരീഡ് പാൻറ്റി അത് അബ്സോർബ് ചെയ്യും, അങ്ങനെ സ്റ്റെയിൻ ഉണ്ടാവില്ല. XL+ പാഡ്സ് പോലെയാണ് ഇത് യൂസ്ഫുൾ ആവുക, കാരണം പാൻറ്റീസിന്റെ ഒരു എൻഡ് തൊട്ട് മറ്റേ എൻഡ് വരെ നമുക്ക് കവറേജ് തരും. സ്ട്രാപ്ലെസ് ബ്രായാണ്. സ്ട്രാപ്ലെസ് ബ്രായിൽ സീംലെസ്സിൽ വരുന്നതാണ്. ഇതിങ്ങനെ സൈഡിൽ കൂടി നമുക്ക് സൈഡിൽ കൂടെ ഇടാം, ബാക്ക് നമുക്ക് നമ്മളതിനനുസരിച്ച് നോർമലായിട്ടും ഇടാം, ഇങ്ങനെ ഇടാം, ക്രോസ് ആയിട്ടും ഇടാം. പിന്നെ ഇത് സെറ്റായിട്ട് വരുന്നതാണ്. സെറ്റ് നൈറ്റ് ഇതും പാഡ് ബ്രായും വെയിറ്റ് വരുന്നതാണ്. സ്ട്രാപ്ലെസ് ആണ് ഇത് വരുന്നത്. ഇതും ഇതേമാതിരി ക്രോസ് ആയിട്ട് ഇടുന്നതാണ്. ഇതും സീംലെസ്സിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇതും പുഷപ്പായിട്ട് വരുന്നതാണ്, അണ്ടർവേർഡിൽ വരുന്നതാണ്. എല്ലാ പാഡ് ബ്രാ പോലെയല്ല, ഫുൾ കവറേജ് വരുന്നതാണ്. കവറേജ് വരും. നെറ്റിൽ വരുന്നതാണ്, അണ്ടർവേർഡ് സപ്പോർട്ട് വരുന്നതാണ്. നെറ്റിൽ വരുന്നതാണ്, പക്ഷെ അണ്ടർവേർഡ് വരുന്നത് നമുക്കൊന്നും കൂടി ലിഫ്റ്റ് ചെയ്ത് നിൽക്കും അല്ലേ. ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് ലിഫ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ടുള്ള ടൈപ്പ്. ഓക്കെ, ഇത് ടമ്മി മാത്രം ഷേപ്പായി നിൽക്കുന്നതാണ്. ഇത് ഷേപ്പ് വെയർ ആണ്, ടമ്മി മാത്രം കവർ ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ഷേപ്പ് വെയറിൽ തന്നെ പല ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് കേട്ടോ. കാരണം ചിലത് ടമ്മി മാത്രം കവർ ചെയ്ത് നിൽക്കുന്നത്, കുറച്ച് ടൈസിലേക്ക് വരുന്നത്, പിന്നെ ടൈസ് നല്ലോണം കവർ ചെയ്യുന്നത്, പിന്നെ ഫുൾ ബോഡി കവർ ചെയ്യുന്നത്, അങ്ങനെ ഓരോ ടൈപ്പും ഉണ്ട്. ഓക്കെ, ഇത് പാൻറ്റി ടൈപ്പിൽ വരുന്നതാണ്. പാൻറ്റി ടൈപ്പിൽ വയറിന്റെ ഇതുവരെ നിൽക്കും, വയറിന്റെ കുറച്ച് മുകൾ ഭാഗം വരെ വന്ന് നിൽക്കുന്ന ഷേപ്പ് വെയർ. ഓക്കെ, പാൻറ്റി ടൈപ്പിൽ തന്നെ ഫുൾ വയർ കവേർഡ് ആയിട്ട് വരുന്നതാണ്, നല്ല സപ്പോർട്ടീവ് ആയിട്ട് വരുന്നത്. ഓക്കെ, നല്ല സപ്പോർട്ടീവ് ആയിട്ട്. കണ്ടോ ഷേപ്പ് വെയേഴ്സ് എന്തോരാണ് കവർ ചെയ്തേക്കുന്നതെന്ന് കണ്ടോ. ടമ്മി മാത്രം, പിന്നെ ടമ്മി തൊട്ട് ഒരു പാൻറ്റീസ് പോലെ, പിന്നെ തൈസിലേക്ക്, പിന്നെ ടമ്മി കുറച്ചുകൂടി കയറി നിൽക്കുന്നത്, പിന്നെ തൈസ് കുറച്ചുകൂടി ഇറങ്ങി നിൽക്കുന്നത്, പിന്നെ അത്യാവശ്യം ബോഡി കവർ ചെയ്യുന്നത്. എന്റെ ഡെലിവറി കഴിഞ്ഞ ഒരു 6 മാസം വരെ ഞാൻ സ്ഥിരമായിട്ട് ടമ്മി ടക്കേഴ്സ് യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ. കാരണം കുറച്ചുകൂടി വയറ് ഒന്ന് ഒതുങ്ങാൻ നല്ലതാണെന്ന് എനിക്ക് ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ ഷേപ്പ് വെയറിൽ തന്നെ സീംലെസ് ആയിട്ടുള്ള ഉണ്ട്. ഓക്കെ, ഷോർട്സ് പോലെ ഷോർട്സ് ആണ് വരുന്നത്. പാൻറ്റി ടൈപ്പും വരുന്നുണ്ട്. സീംലെസ് ആയിട്ടുള്ള ബോഡി വെയർ. അത്യാവശ്യം വയറിന്റെ ഭാഗത്തൊക്കെ ബൾജിങ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഇട്ട് കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ നിൽക്കും കേട്ടോ. ഇതിനാണെങ്കിൽ പ്രത്യേകം ഭയങ്കര അലാസ്റ്റിക് ഉണ്ട്, നല്ല അലാസ്റ്റിക് ആയിട്ട് നല്ല ഷേപ്പിൽ നിൽക്കും. തൈസ് വരെ എത്തി നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ ലോഞ്ച് വെയർ കളക്ഷൻസ് കാണാം.
ഓക്കെ, ഇത് ഷോർട്സിൽ വരുന്നതാണ്, സോഫ്റ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ടോപ്പും ബോട്ടവും ഇത് ടോപ്പ് വരുന്നത്, അതിൻ്റെ കൂടെ ബോട്ടം വരുന്നത്. ഓക്കെ, ഇതുപോലെ. ഓക്കെ, ഈ ലോഞ്ച് വെയർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് ശരിക്കും ലോഞ്ച് വെയർ ആണെന്നല്ല, നമുക്ക് ഇത് പുറത്തേക്ക് ഇട്ടുകൊണ്ട് പോകാം. ഔട്ട്വെയർ ആയിട്ട് പുറത്തേക്ക് ഇട്ടുകൊണ്ട് പോകാം നമുക്ക്. അങ്ങനത്തെ കളക്ഷൻസ് ആണ് കേട്ടോ ഇത്, ടോപ്പും ബോട്ടവും. ഓക്കെ, ഇതിന് ഈ ഒരു കളർ കൂടി വരുന്നുണ്ട്. അതിന്റെ കളർ ചേഞ്ച് ആണ്. ഓക്കെ, അതിന്റെ കളർ ചേഞ്ചസും ഉണ്ട്. ഇതിന് പാൻറ്റും ടോപ്പായിട്ട് വരുന്നതാണ്. ലോഞ്ച് വെയറിൽ നമ്മൾ ആദ്യം കണ്ടത് ഷോർട്സിൽ വരുന്ന ലോഞ്ച് വെയർ ആയിരുന്നു, ഇത് പാൻസിൽ വരുന്ന ലോഞ്ച് വെയർ. മൊഡാല വരുന്നത്. ഓക്കെ, മൊഡാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മൊഡാലാണ് കേട്ടോ. മൊഡാൽ സിൽക്ക് ആണ് കേട്ടോ മെറ്റീരിയൽ, നല്ല സോഫ്റ്റ് ആണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് പുറത്ത് യൂസ് ചെയ്യാം, നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അങ്ങനെ തന്നെ അതിട്ടുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് പോവാം. ഇനി നമുക്ക് കുറച്ച് ബേബി ഡോൾ കളക്ഷൻസ് കാണാം. ഇത് മുകളിൽ മാത്രം കവർ ചെയ്തിട്ട് ബാക്ക് ഫുള്ള് നെറ്റ് ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് വന്നിട്ടുള്ള ബേബി ഡോൾ കളക്ഷൻ. ഇനി നമുക്ക് ബേബി ഡോൾ ഹണിമൂൺ കളക്ഷൻസ് കാണാം കേട്ടോ. ഇത് ഷോർട്സിൽ വരുന്നത് ലേസ് വെച്ചിട്ട്, അതായത് മേളിലും താഴെയൊക്കെ ലേസ് വെച്ചിട്ട് ഇടയ്ക്ക് നെറ്റൊക്കെ വെച്ചിട്ടുള്ളത്. സാറ്റിനിൽ വരുന്നത്, ഷോർട്സിൽ വരുന്നത് ഒത്തിരി ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എല്ലാം ഇതും സാറ്റിനിൽ വരുന്നതാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നെറ്റിൽ വരുന്നത്, അതായത് എത്ര ഭംഗിയുള്ളതാന്ന് നോക്കിയേ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട്. പിന്നെ ഇത് ഫ്രോക്കിൽ തന്നെ വരുന്നത്, ഫ്രോക്ക് മോഡൽ വരുന്നത് സാറ്റിനിൽ വരുന്നത്. ഇത് നെറ്റിൽ തന്നെ വരുന്നതാണ്, അണ്ടർ സപ്പോർട്ട് വരുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ബ്രാ വരുന്ന ആ ഒരു പോർഷനിൽ അണ്ടർ സപ്പോർട്ട് വരുന്നത്. ഓക്കെ, ഇത് കണ്ടോ, ഇത് നെറ്റിൽ വരുന്നത് കേട്ടോ. അടിയിൽ വന്നിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഒക്കെ വന്നിട്ടുണ്ട്. ഇതാ കേട്ടോ, ഇതുപോലത്തെ മോഡലാണേ. ഫ്ലവറൊക്കെ വെച്ച് നല്ല ഉണ്ടോ, പാഡിൽ ഫ്ലവറൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. നോക്കി, ഇങ്ങനത്തെ സാധനം ഞാൻ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഏത് രീതിയിലുള്ള ലോഞ്ചറി ഐറ്റംസിനും ഇതുപോലെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഷോറൂം നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ ചുരുക്കമാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് ലോഞ്ചറി ഷോറൂമിൽ ഞാൻ ചെല്ലുന്നത്. ഇവരുടെ കളക്ഷൻസ് കണ്ടിട്ട് ശരിക്കും എൻ്റെ കണ്ണ് തള്ളിപ്പോയി. അതും ഏത് തരത്തിലുള്ള ലോഞ്ചറി ഐറ്റംസും ഏത് സൈസിലും അവൈലബിൾ ആണെന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഇവിടെ ഇപ്പൊ കണ്ട ലോഞ്ചറി ഐറ്റംസ് മാത്രമല്ല കേട്ടോ, മെറ്റേണിറ്റി ആൻഡ് ന്യൂബോൺ കളക്ഷൻസ് വേറെ സെപ്പറേറ്റും കൊടുത്തിട്ടുണ്ട്. മെറ്റേണിറ്റി വിയേഴ്സ് നമ്മൾ ആ സമയത്ത് ഉപയോഗിക്കുന്ന പില്ലോ തൊട്ട് നമ്മുടെ ന്യൂബോൺ ബേബീസിന് എന്തൊക്കെ വേണോ ആ എല്ലാ ഐറ്റംസും കിട്ടും. ന്യൂബോൺ ബേബീസിന് മാത്രമല്ല, ന്യൂബോൺ മദേഴ്സിന് എന്തൊക്കെ ആവശ്യമുണ്ടോ ഇവിടെ ഈ ഒരു വൺ സ്റ്റോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം തൂത്തുവാരി കൊണ്ടുപോകാം. അപ്പോൾ ഷോപ്പിന്റെ പേര് മറക്കണ്ട, ഫിലോറോസ്, നമ്മുടെ എറണാകുളം പാലാരിവട്ടം, മെട്രോ പില്ലർ നമ്പർ 530, ഫെഡറൽ ബാങ്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. നമുക്ക് നേരിട്ട് ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടും നമുക്ക് ഷോപ്പ് ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ലോകത്ത് എവിടേക്കും ഷിപ്മെന്റ് ഉണ്ട്. അപ്പോൾ ഷോപ്പിന്റെ പേര് മറക്കണ്ട, ഫിലോറോസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്